പിതാവിനെയും അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരും നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നവരും ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ നിരവധിയായ ക്ലേശങ്ങളും അധ്വാനവും പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം അങ്ങനെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് മനുഷ്യജീവിതം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ അധ്വാനിക്കുകയും ഭാരം വയ്ക്കുകയും ക്ലേശിക്കുകയും അസമാധാനത്തിലൂടെ കടന്നുപോവുകയും ചെയ്യുന്ന മനുഷ്യർക്കെല്ലാം ആശ്വാസം പകരുന്നതാണ് യേശുവിന്റെ വചനങ്ങൾ. ഇങ്ങനെ ക്ലേശിതർക്ക് ആശ്രയമായ ഈശോയെ നമ്മൾ ഇവിടെ കാണുക. സുവിശേഷത്തില് 23 വാക്യങ്ങളിൽ ആരംഭിക്കുന്ന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നിക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരും വേഗം നിന്നും പറഞ്ഞ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കും ശിശുക്കളെ പോലെ നന്മ നിറഞ്ഞ ഹൃദയമുള്ളവർക്കുമാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും ഒക്കെ ശരിയായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയുക, മനസ്സിലാക്കാനും അനുഗമിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചെറുപ്പത്തില് ലൗകായികനായിട്ട് ജീവിതം ആരംഭിച്ചു. ബാക്കി സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് കിടന്നുപോയൊരു ചെറുപ്പ കാലഘട്ടമുണ്ട്. പിതാവ് പീറ്റർ ബർണാഡ്, അമ്മയുടെ പേര് ഡോൺ പിക്കാ. ഈ പിതാവ് ഒരു സമ്പന്നനായ വസ്ത്രവ്യാപാരിയായിരുന്നു. മകനും അവിടെ വസ്ത്രവ്യാപാരത്തിനിടയ്ക്കൊക്കെ സഹായിക്കുമായിരുന്നു. പിതാവ് കർക്കശക്കാരനായിരുന്നു. അതുകൊണ്ട് പണമൊക്കെ എടുത്തിട്ട് സാധനങ്ങൾക്ക് കൊടുക്കാനൊന്നും സമ്മതിക്കുകയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഈ മകന് ഒരിക്കലും ഒരു കുഷ്ഠരോഗിക്ക് ചോദിച്ചു. ആദ്യം എന്ത് പറഞ്ഞെങ്കിലും കുറെ പണമൊക്കെ എടുക്കാൻ കൊടുത്തു. അത് പിതാവിന് ഇഷ്ടപ്പെട്ടില്ല. പിതാവ് അങ്ങനെ പണം കൊടുക്കുന്നതിനെതിരെ ബിസിനസ്സുകാരൻ എപ്പോഴും ആദായമാണ് നോക്കുന്നത്. അതുകൊണ്ട് മകൻ അങ്ങനെ പണം പാവകൾക്കാണെങ്കിലും എടുത്തു കൊടുക്കുന്നത് ആ പിതാവിന് ഇഷ്ടമായിരുന്നില്ല. അതിനുശേഷം മകൻ വീണ്ടും മനസാന്തരത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്. കുഷ്ഠരോഗികൾ പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യമുണ്ട്. പല പ്രാവശ്യം കുഷ്ഠരോഗികളെ ആലിംഗനിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതം മനസാന്തരത്തിലേക്കുള്ള വഴിയിലൂടെ കടന്നു നീക്കുമ്പോൾ കുഷ്ഠരോഗികളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും അവർക്ക് ആശ്വാസം പകരാനും അവരെ ആലിംഗനം ചെയ്യാനായിട്ടും ഇഷ്ടം മടിക്കില്ല. സാധാരണ പണം കൊടുക്കാനായിട്ട് ആളുകൾ കുഷ്ഠരോഗിയെ കാണുമ്പോൾ തന്നെ അയാളെ മാറി നിൽക്കുന്ന ആളുകൾ. കാരണം കുഷ്ഠം പകരുമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ആരും അടുത്തു പോകാനോ സ്പർശിക്കാനോ ഒന്നും തയ്യാറാകില്ല. അങ്ങനെയുള്ള കുഷ്ഠരോഗികളെ ആലിംഗനം ചെയ്ത സംഭവങ്ങൾ വിശുദ്ധന്റെ യുവചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ വരുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്ന് അർജന്റീന എന്ന രാജ്യക്കാരനാണ്. അവിടെ ബൂണോസ് ഐറസ് എന്ന് പറയുന്നത് സ്ഥാനം കർദിനാളാണ്. അദ്ദേഹത്തിന്റെ പേര് ബൊർഗോലിയോ എന്നായിരുന്നു. ബൊർഗോലിയോ എന്ന് വെച്ചാൽ ഇവിടുത്തെ സെന്റ് ജോർജിന്റെ പേരിൽ നിന്ന് ജോർജ് എന്നായിരുന്നു പേര്. അദ്ദേഹം മാർപ്പാപ്പ ആയപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുത്ത പേര് ഫ്രാൻസിസ് ആണ്. ഈ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തില് ആ മൂല്യങ്ങളില് ജീവിതചര്യയിൽ ആകൃഷ്ടനായ മാർപ്പാപ്പ. അതുകൊണ്ടാണ് മാർപ്പാപ്പായി ഇങ്ങനെയുള്ള രോഗികളെ ആലിംഗനം ചെയ്തിട്ടുള്ളത്. ഈ മുഖമെല്ലാം വിവരണനായ ഒരു മനുഷ്യനാണ്. ഈ മുഖം വിവരണനായിട്ടുള്ള മനുഷ്യർക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനായിട്ട് പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ യാത്ര
സ്വീകരണം സ്വീകരിച്ചു പോകുന്ന റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊരു മനുഷ്യനെ മാർപ്പാപ്പായതിനു ശേഷം ആലിംഗനം ചെയ്തു എന്ന് പത്രത്തിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പ പല രാജ്യങ്ങളിലും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വീൽചെയറിലാണെങ്കിലും പല രാജ്യങ്ങൾ സന്ദർശിക്കട്ടെ. അങ്ങനെ ഒരു രാജ്യത്തെ സന്ദർശനത്തിൽ ഒരു കൊച്ചിന് സ്പർശിച്ചു, അതിൻ്റെ കയ്യിൽ പ്രാർത്ഥിച്ചു. ആ കൊച്ചിന് സൗഖ്യം കിട്ടിയത് രോഗമായിരുന്നു, സൗഖ്യം കിട്ടി എന്ന് അടുത്ത വായിക്കുകയുണ്ടായി. ഈ ഫ്രാൻസിസിന് ചെറുപ്പകാലത്ത് ചില മോഹങ്ങളുണ്ടായിട്ട് ആഗ്രഹം, ഒരു മാളവ്യ ആഗ്രഹം എന്ന് വെച്ചാൽ പ്രഭുവാകുക. അങ്ങനെ രാജാവിൽ നിന്ന് സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ യുദ്ധം ചെയ്ത് വിജയിച്ച് നല്ലൊരു പോരാളിയായിട്ട് വരണം. അതുകൊണ്ട് പെരേജിയ എന്നുള്ള യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. തടവുകാരനായി യുദ്ധത്തിൽ ജയിക്കുകയല്ല, തടവുകാരനായി രോഗിയും നിരാശനുമായി ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പേപ്പർ സൈന്യത്തിൽ യുദ്ധത്തിന് പോയി. അങ്ങനെ ഇരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് ഒരു ശരീര സ്വരം കേൾക്കുകയാണ്. ആരെ സേവിക്കുകയാണ് പരിശുദ്ധ ചോദിക്കാൻ, യജമാനെയോ ദാസനെയോ? ആരെയാണ് സേവിക്കേണ്ടത്? യജമാനെയാണോ ദാസനെയാണോ? യജമാനൻ കർത്താവാണ്, ഭൂമിയുള്ള മനുഷ്യരുടെ ദാസരാണ്. അപ്പൊ ആരെയാണ്? ലൗകിക മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കണമോ അതിസ്വാഭാവിക മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കണമോ? ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അദ്ദേഹം സാവകാശം യജമാനെ സ്വീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്, കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെയാണ് മനസ്സാന്തരം വരുന്നത്. ഇവിടെ സരമംഗ എന്ന പള്ളിയിൽ കുരിശുരൂപത്തിൽ നിന്നും ഒരു സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഈ പിതാവിനെ മകനെ പോക്കത്തിന് ശരിയായിരുന്നു തോന്നി. പിതാവ് നല്ലൊരു വസ്ത്രവ്യാപാരിയായിട്ട് മകനെ ഉയർത്തിക്കൊണ്ടുവന്ന് എന്റെ സാമ്പത്തിക നിലയൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന പിതാവിന് ഈ മകൻ ഇങ്ങനെ ദാനധർമ്മം ചെയ്യാനും മറ്റ് ആളുകളെ കൂട്ടിക്കൊണ്ട് വിശ്വാസത്തിലേക്കും നന്മയിലേക്കുള്ള സേവന പ്രവർത്തനം ചെയ്തെന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് മാത്രമല്ല, ഒരു മാക്സിമം ഡ്രസ്സുണ്ടായി പള്ളിക്കുട്ടിട്ടിരിക്കാൻ. ഇപ്പം പിതാവിന് കുറെ പണം എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന പള്ളിയൊക്കെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് പുനരുദ്ധരിക്കുന്നതിൻ്റെ ബാക്കി പണികൾ പുനരുദ്ധാരണ പണികളെല്ലാം ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മളെ കംപ്ലൈന്റ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ വെച്ച് ഫ്രാൻസിസ് തന്റെ വിലയേറിയ കുപ്പായങ്ങളെല്ലാം അടിച്ച് അപ്പന് കൊടുത്തു. ഇവരെ സ്വത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു, യാതൊരു സമ്പത്തും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയൊരു വസ്ത്രവും ധരിച്ച് കൂട്ടുകാരോടൊപ്പം തെരുവിലേക്ക് ഇറങ്ങി പ്രവർത്തനം തുടങ്ങിയാണ്. അതാണ് മാനസാന്തരത്തിന്റെ ആരംഭം. അതൊരു 12 പേര് ആയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തു. ആ സന്യാസ സമൂഹമാണ് ഈ അരയിൽ അദ്ദേഹം പരിവർത്തന വസ്ത്രമൊക്കെ അരയിലും കൈകൊണ്ട് കെട്ടിയിട്ടാണ്. അപ്പോൾ ഈ കയറുകൊണ്ട് കെട്ട് ഉള്ള സംഭവങ്ങളെല്ലാം ഫ്രാൻസിസ് മുന്നാളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുകിൽ അദ്ദേഹം സ്ഥാപിച്ച സഭയുണ്ട്, അല്ലെങ്കിൽ ആ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഉണ്ടായ സഭകളാണ് കത്തോലിക്ക സഭയുടെ അങ്ങനെയാണ്. അദ്ദേഹം അന്ന് ക്ലാൻ സഭയും അതുപോലെ ഈ ഫ്രാൻസിസ്കൻ സഭയാണ്. ഫ്രാൻസിസ്കൻ സഭയ്ക്ക് ഒത്തിരി സഭാ സമൂഹങ്ങളുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലൊക്കെ ഫ്രാൻസിസ് പുണ്യാളന്റെ ആത്മീയ ചെയ്തി നിർവഹിക്കുന്നതാണ്. അതുപോലെ ക്ലാര സമൂഹം ഈ അസിസിയിലാണ് അവരുടെ സംസ്കരിച്ചിരിക്കുന്നത്. ഞാനവിടെ 10-20 വർഷം പോകുകയുണ്ടായി. അവിടെ ലോഡ് പാർട്ടിനായിട്ട് പോകുമ്പോൾ റോമിൽ ഈ വർഷം പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ അസിസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ഭൗതികാവശ്യങ്ങൾക്ക് കരിക്കലിന് പേരത്തിൽ വെച്ചിരിക്കുന്നതാണ്. അടുത്തൊരു ദേവാലയത്തിൽ അദ്ദേഹം രൂപം കൊടുത്ത ക്ലാരസഭ, അതിന്റെ സ്ഥാപകയായിരുന്നത് വിശുദ്ധ ക്ലാരയാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഈ പുണ്യവാളനാണ്. അപ്പോൾ അവിടെ ഈ ക്ലാരപ്പുണ്ട് വലിയ അഴികാത്ത ശരീരത്തിൽ പേടകത്തിൽ വെച്ചിരിക്കുന്ന അടുത്ത ദേവാലയത്തിൽ കാണാനായിട്ട് പറ്റും. ഈ അസിസി തെരുവിലേക്ക് ഇറങ്ങിയത് ഇനിമേൽ ദൈവം മാത്രമാണ് എൻ്റെ പിതാവ്. അപ്പുറമായിട്ടുള്ള ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു.
അദ്ദേഹം തെരുവീതിയിലേക്ക് ഇറങ്ങി കുറെ കൂട്ടുകാരുമായിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് അന്നത്തെ മാർപ്പാപ്പ പദ്ധതിയുടെ അധികാരിയോടുകൂടി കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സന്യാസത്തിന് രൂപം കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞ സന്യാസ സംഭവം. മത്തായിയുടെ സുവിശേഷം 10:5-16 വരെയും ആ വചനങ്ങളും വിശുദ്ധനെ സ്വാധീനിച്ചതാണ്. നിങ്ങൾ വചനം പ്രവേശിക്കാൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരുന്ന് പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർത്തുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും ചെയ്യും. അതാണ് പ്രേക്ഷിതർക്ക് അപ്പസ്തലന്മാർക്ക് യേശു കൊടുത്ത നിർദ്ദേശം അതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഈ ആദ്യം സ്വീകരിച്ച പേര് ചെറിയ സഹോദരങ്ങൾ എന്നാണ്. റോമൻ യൂനിവേഴ്സിറ്റി മാർപ്പാപ്പ ഇതിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. അതിൽ ഒത്തിരി ആളുകൾ ചേർന്നു. ഈ വിശുദ്ധന്റെ കാലത്ത് തന്നെ 5000 പേര് ഈ സമൂഹത്തിലെ അംഗങ്ങളായെന്നാണ്. ഇവരുടെ ഒരു സിനഡ് റോമില് വിളിച്ചുകൂട്ടി. അപ്പോഴേ ഇവര് താമസിച്ചിരുന്നത് വെറുതെ താൽക്കാലിക കൂടാരങ്ങൾ കെട്ടിയുണ്ടാക്കി അവിടെ താമസിച്ചുകൊണ്ടാണ് സിനഡിൽ പങ്കെടുത്തത്. അങ്ങനെ അദ്ദേഹം തുടങ്ങിയ പുൽക്കൂടുക നിർമ്മാണങ്ങൾ ക്രിസ്മസുമായിട്ടനുബന്ധിച്ച് പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് ആരംഭം കൊടുത്തത് അദ്ദേഹമാണ്. പുൽക്കൂട്ടില് പുരാണക്കന്മാരെയും കന്നുകാലികളെയൊക്കെ വയ്ക്കുന്ന പാരമ്പര്യമാണ്. ആദ്യം ഉണ്ടാക്കുന്നത് റിയൽ കാലങ്ങളെ കുറിച്ചാണെന്ന് അറിയത്തില്ല. ഏതായാലും അങ്ങനെ പുൽക്കൂട് നിർമ്മാണം ഇന്നത്തെ രീതിയിൽ ആരംഭം കുറിച്ചത് വിശുദ്ധന്റെ വിശുദ്ധനാണ് ആരംഭം കുറിച്ചത്. അദ്ദേഹം 2024 വിശുദ്ധ പറ്റിയ ദിവസം പ്രാർത്ഥന പുസ്തകമായി വേദനയും പഞ്ചശതങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ അറിയപ്പെടുന്ന പഞ്ചശതങ്ങൾ ലഭിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് അസിസി. പഞ്ചശതം കഴിഞ്ഞാൽ സുഖകരമായ കാര്യമല്ല. ഇതൊക്കെ രക്തം വഴി പഞ്ചശതങ്ങളിൽ നിന്നും തിരുവറുകളെ നിന്ന് വന്നതുപോലെ. അപ്പോൾ അതിന് വലിയ വേദനയുണ്ട്. പിന്നെ ചരിത്രത്തിൽ വളരെ പലർക്കും വന്നിട്ടുണ്ട്. ഈ സഭയിൽ തന്നെ പാതുകപ്പിയോ പിന്നീട് സഭയിൽ അംഗമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ പാതുകപ്പിയ പഞ്ചശത കാര്യമായിരുന്നു. അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് വഴിയായിട്ട് അത്ഭുതങ്ങൾ ലഭിക്കുന്നുണ്ട്. ചെറുപ്പകാലത്തിലെ മറ്റു 44 വയസ്സിൽ മരിച്ചു. നമുക്കെല്ലാവർക്കും മരണം പേടിയാണ്. ഈ ഫ്രാൻസിസിന്റെ ഒരു സമാധാന പ്രാർത്ഥനയുണ്ട്. എന്റെ അമ്മയുടെ സമാധാനത്തിന് ദൂതനാക്കണമെന്ന് പറഞ്ഞൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ കലഹങ്ങളും വഴക്കുകളും യുദ്ധങ്ങളും നടപാടുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യനെ ശത്രുവാക്കുന്ന കാലഘട്ടത്തില്, മനുഷ്യനെ കൊള്ള ചെയ്യുന്ന കാലഘട്ടത്തിൽ, മനുഷ്യൻ കൊല്ലുന്ന മതത്തിലെയും വിശ്വാസത്തിലെയും രാജ്യത്തിലെയും വംശത്തിലെയും പേരിൽ കൊല ചെയ്യുന്ന ഒരു കാലഘട്ടത്തില്, എന്നാൽ എല്ലാവരെയും സഹോദരങ്ങളായി കാണുക, മനുഷ്യരെ മാത്രമല്ല ഈ പ്രകൃതിയെ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ചെന്നായി ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് പ്രലോഭനങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം കഠിനമായ പ്രായച്ചിത്തം ചെയ്തു. അസിസിത്തം കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ദേവാലയത്തിന്റെ സമീപത്ത് റോസുണ്ട്, മുള്ളില്ലാത്തൊരു റോസുണ്ട്. കാരണം റോസിനെല്ലാം മുള്ളുണ്ട്. അസിസിന്റെ കാലത്തുള്ളതാണെന്നാണ് പറയപ്പെടുക. അദ്ദേഹം മരണം മരിക്കാനായപ്പോൾ അദ്ദേഹം പറഞ്ഞു നഗ്നനായിട്ട് കുറച്ച് ചാരമൊക്കെ നിരത്ത് കിടക്കണം. അപ്പോൾ അത് ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ ഭൂമിയിലെ ഒന്നിനും മോഹങ്ങൾ വെച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കാൽവരിയിലെ കുരിശില് ഉള്ളുന്ന ഉപായങ്ങളെല്ലാം ഒഴിഞ്ഞു മാറ്റപ്പെട്ട് അങ്ങനെ കുറിച്ചതിനെ അതിനെ അനുസ്മരിച്ചുകൊണ്ട് കുഞ്ഞാളൻ അങ്ങനെ നഗ്നനായിട്ട് കിടന്നു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം സങ്കീർത്തനത്തെല്ലാം പറഞ്ഞു, സങ്കീർത്തനത്തെ പ്രാർത്ഥിച്ചു. മരണത്തെ കണ്ടിരുന്ന സഹോദരി മരണം എന്നാണ്. നമുക്കെല്ലാവർക്കും ഭയമുള്ളതാണ് മരണം എന്ന് പറയുന്നത്. മരിക്കാനായിട്ട് ആർക്കും അത്ര മനസ്സില്ല. ഈ ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതം കുറെ കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, വീട്ടിൽ കൊണ്ടുപോകാൻ. ചിലരൊക്കെ മരിച്ചു കളയാമെന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നുണ്ട്. നിരാശപ്പെടുന്നതല്ല, ദൈവം തന്ന ജീവൻ അതിന്റെ അവസാനം വരെ നിലനിർത്താനുള്ളതാണ്. ദൈവം തന്ന അമൂല്യമായൊരു ദാനമാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ തിരുവനസാകുന്ന കാലം വരെയും ലോകത്തിലെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും വേദനകളിലും ഒക്കെ
തളരാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന് സ്വാഭാവികവും ന്യായവുമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. നിരാശപ്പെടുന്നത് അധ്വാനവും ക്ലേശങ്ങളും കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ്. ജീവിതത്തിന്റെ അതിന്റെ മഹത്വമാണ് സകലവും കഷ്ടപ്പാടുകളും. ആ രീതിയിലാണ് ജീവിതത്തെ എടുക്കേണ്ടത്. അദ്ദേഹം മരിച്ചു 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായിട്ട് കണക്കാക്കിയിരുന്നു. ഒരു സമാധാന സമ്മേളനങ്ങൾ മാർപ്പാപ്പന്മാർ വിളിച്ചു കൊടുക്കുന്ന അസിസിയിലാണ്. അപ്പോൾ സമാധാന ദൂതനാണ് അദ്ദേഹം. ജീവിച്ചിരുന്നപ്പോൾ ഈജിപ്തിലേക്ക് പോയി. അവിടുത്തെ സുൽത്താനെ കണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. സാധാരണ സുൽത്താൻമാർ വെറുതെ വിടാറില്ല. പക്ഷേ ഫ്രാൻസിസിനെ യാതൊരു ഉപദ്രവവും ചെയ്തില്ല. അസിസിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഈ വിശുദ്ധന് ഉപയോഗിച്ച കുപ്പായങ്ങൾ, നമ്മളുണ്ടായിരുന്ന വാള്, പടയോട്ടത്തിന് യുദ്ധം ചെയ്യാനായിട്ട് വെച്ചിരുന്ന വാള്, മറ്റു കുപ്പായങ്ങൾ, കുടക്കുപ്പായങ്ങൾ, പടക്കത്തൊക്കെ അവിടെ കാണാം. അതുപോലെ ഭൗതിക ആവശ്യങ്ങൾ കുറച്ച് ഉയരത്തിൽ ഒരു പേടകത്തിൽ കരിങ്കൽപ്പേടകത്തിൽ വെച്ചിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന്റെ കർത്താവ് എന്നെ സമാധാനത്തിന്റെ ദൂതനായി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിലുള്ള തിന്മകളും വിദ്വേഷവും വൈരാഗ്യമൊക്കെ മാറ്റിവെച്ചിട്ട് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയിലെ അനുരഞ്ജനത്തിന്റെയും ദൂതന്മാരായിട്ട് ജീവിക്കുക എന്നുള്ള സന്ദേശമാണ് ഫ്രാൻസിസ് അസിസി നമുക്ക് നൽകുന്നത്. ഒരു വിശുദ്ധന്റെ ലാളിത്യം ഈ പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ള പ്രകൃതിയുടെ ഭാഗമാണ്. ഈ പ്രകൃതിയിലെ പൂക്കളും മരങ്ങളും ജീവികളും ഒക്കെ നമ്മളുമായി ബന്ധപ്പെട്ടതാണ്. അവയൊക്കെ കാണാനായിട്ടും മനസ്സിലാക്കാനും ഈ പ്രകൃതിയുമായിട്ട് അനുരഞ്ജപ്പെട്ടുകൊണ്ട് ജീവിക്കാനും നമ്മുടെ ദുഃഖങ്ങൾക്ക് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും കൂട്ടായ്മയിലും നന്മയിലും മറ്റു സഹോദരങ്ങളെ ദൈവത്തിന്റെ സുവിശേഷ സ്ഥിതികളായിട്ട് കണ്ടുകൊണ്ട് അനശ്വരമായ ആത്മാവുള്ളവരായിട്ട് കണ്ടുകൊണ്ട് നന്മയിലും പ്രദേശാന്തിലും ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഫ്രാൻസിസിന്റെ മാധ്യസ്ഥം നമ്മുടെ സഹായിക്കട്ടെ.